എല്ലാ ആനിമെ പ്രേമികൾക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ജുജുത്സു കൈസൻ കാണുന്നതിന് മുൻപ് യൂട്ടയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കുട്ടിക്കാലത്തെ യൂട്ടയുടെ ഒരു കളിക്കുട്ടുകാരിയായിരുന്നു റീക്ക. അതുമല്ലാതെ യൂട്ടയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതും അവളായിരുന്നു. അങ്ങനെ പെട്ടെന്നുണ്ടായ റീക്കയുടെ മരണം അവളെ ശപിക്കപ്പെട്ട ആത്മാവാക്കി മാറ്റി. റീക്കയ്ക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം യൂട്ടയോടായതുകൊണ്ട് യൂട്ടയും ശപിക്കപ്പെട്ടു. അങ്ങനെ റീക്ക യൂട്ടയെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ തുടങ്ങി. റീക്കയ്ക്ക് ഒരു ഷിക്കിഗാമിയെ കൺസ്യൂം ചെയ്യാനുള്ള കഴിവുണ്ട്. കൂടാതെ ടെക്നിക്കുകൾ കോപ്പി ചെയ്യാനും കഴിയും. അങ്ങനെ യൂട്ടയെ സത്തോരു ഗോജോ കാണുകയും ജുജുത്സു ഹൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം അവന്റെ ശക്തികൾ കൺട്രോൾ ചെയ്യാനും മെച്ചപ്പെടുത്താനും പഠിപ്പിക്കുന്നു. ജുജുത്സു ഹൈക്ക് വേണ്ടി യൂട്ടയെ മികച്ച ഒരു പോരാളിയാക്കുക എന്നതായിരുന്നു ഗോജോയുടെ ലക്ഷ്യം. യൂട്ട ജുജുത്സു ഹൈയിലേക്ക് പ്രവേശിച്ചതും ഒരു സ്പെഷ്യൽ ഗ്രേഡ് സോഴ്സർ ആയാണ് അറിയപ്പെടുന്നത്. ഇനി ഞാൻ യൂട്ടയുടെ ശക്തികൾ എന്തെന്ന് വിശദീകരിക്കാം. യൂട്ടയ്ക്ക് റീക്കയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാം. അതുകൂടാതെ കൂടിയ അളവിലുള്ള വേഗതയും ബലവുമാണ് യൂട്ടയ്ക്കുള്ളത്. യൂട്ടയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ജുജുത്സു കൈസൻ സീസൺ 3 കാണുന്നതിന് മുമ്പ് ജുജുത്സു കൈസൻ 0 നിങ്ങൾ കണ്ടിരിക്കണം. കൂടാതെ ഗോജോവിന്റെ സുഹൃത്തായ ജീട്ടോ മരണപ്പെട്ടത് യൂട്ടയുടെ കൈകൾ കൊണ്ടാണ്. ജീട്ടോവിന് കെയർ സ്പിരിറ്റുകളെ മണിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് കെയർ സ്പിരിറ്റുകളെ നിയന്ത്രിക്കാനും അവരെ തന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും ജീട്ടോവിന് കഴിയും. ഇത്രയ്ക്കും ബലവാനായ ഒരാളെ കൊല്ലണമെങ്കിൽ യൂട്ട എത്ര ശക്തിശാലിയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം.